പൂപ്പാറ ടൗണിൽ സർക്കാർ സ്ഥലം കയ്യേറി പന്നിയാർ പുഴയുടെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ച് നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. സ്ഥലത്തെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സേനയെയും വിന്യസിച്ചിരുന്നു. അനധികൃതമായി നിർമ്മിച്ച 88 കെട്ടിടങ്ങളാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം പൊളിച്ചു നീക്കിയത്. വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഇതിൽ ഉൾപ്പെടുന്നു. മറ്റു ഭൂമിയോ വീടോ ഇല്ലാത്ത 12 പേരെയാണ് പഞ്ചായത്ത് കണ്ടെത്തിയിട്ടുള്ളതെന്നും ഇവരുടെ പുനരധിവാസം മാത്രമേ സർക്കാർ ഏറ്റെടുക്കൂ എന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സർക്കാർ സ്ഥലം കയ്യേറി നിർമ്മിച്ചിട്ടുള്ള 3 നില കെട്ടിടങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും പുനരധിവാസം നൽകാൻ കഴിയില്ല. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അനധികൃത നിർമ്മാണം നടത്തിയവർക്ക് പുനരധിവാസത്തിന് അർഹതയില്ല. വേറെ ഒരു സ്ഥലത്തും ഭൂമിയോ വീടോ ഇല്ലാത്ത അർഹരായവരുടെ പുനരധിവാസം ഉറപ്പാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി സഹകരിച്ച് ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കും. അനധികൃതമായ നിർമ്മാണം അനുവദിക്കുന്നതിന് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കും. അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനുള്ള ചെലവ് ഉടമകളിൽ നിന്ന് ഈടാക്കും. നീർച്ചാലുകളും പുഴകളും സംരക്ഷിക്കുന്നതിനാവശ്യമായ നിയമങ്ങൾ നിലവിലുണ്ട്. ഈ നിയമങ്ങൾ ലംഘിച്ച് നിർമ്മാണങ്ങൾ അനുവദിക്കുന്നത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകും. കഴിഞ്ഞ വർഷം കൂട്ടാറിലുണ്ടായ വെള്ളപ്പൊക്കം കളക്ടർ ഓർമ്മിപ്പിച്ചു. ദുരന്ത സാധ്യതകൾ മുന്നിൽ കണ്ട് ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കും. ഏറ്റെടുക്കുന്ന ഭൂമി പുഴയുടെ പുനരുജ്ജീവനം സാധ്യമാകുന്ന വിധത്തിൽ വിനിയോഗിക്കുമെന്നും കളക്ടർ പറഞ്ഞു. വളരെ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് കോടതി ഉത്തരവ് പ്രകാരമുള്ള നടപടികൾ നമ്മൾ പരമാവധി ഇന്ന് തന്നെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് വേറെ തടസ്സങ്ങളൊന്നും ഇതുവരെയില്ല. പോലീസിന്റെ ശക്തമായ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന പ്രതിപക്ഷം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം നേരിടുന്നില്ല. പുനരധിവാസം എന്ന് പറയുന്നത് ആകെ വേറെ ഭൂമിയോ സ്ഥലവും ഇല്ലാത്തവരെ 12 പേരെയാണ് പഞ്ചായത്ത് ഇപ്പം ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ആ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പരിഗണിക്കേണ്ടതുള്ളൂ. മീഡിയ ഒന്ന് നേരിട്ട് നോക്കിയാൽ കാണുന്നുണ്ട്. ഇവിടെ 2 നില 3 നില കെട്ടിടങ്ങളും കമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾക്കും അവർക്ക് എന്ത് പുനരധിവാസമാണ് ആവശ്യമുള്ളത്? ലക്ഷക്കണക്കിന് രൂപകളും ഈവൻ 1 കോടി രൂപയൊക്കെ ചെലവഴിച്ച് ഇവിടെ നിർമ്മിതികൾ നടത്തിയവർക്ക് ഒരു പുനരധിവാസത്തിന്റെ അർഹതയില്ല. അത് അങ്ങേറ്റം അർഹരായ വേറെ ഒരു സ്ഥലത്തും ഭൂമിയും വീടൊന്നും ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് അത് തീർച്ചയായിട്ടും ആ പുനരധിവാസം പഞ്ചായത്ത് ഇപ്പോഴും അതിന്റെ ലിസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ പരിഗണിക്കും. 2022 പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത കേസിലാണ് നമ്മളിപ്പോഴും 2026 സംസാരിക്കുന്നത്. 2021, 24, 25 ബഹുമാനപ്പെട്ട കോടതികളുടെ ഉത്തരവും വന്നതാണ്. പിന്നെ എന്ത് സാവകാശം കിട്ടാത്തത്? കഴിഞ്ഞ ഫെബ്രുവരിയിൽ 1 മാസത്തെ നോട്ടീസ് കൊടുത്തല്ലോ. അതിനുശേഷം 24 മണിക്കൂർ നോട്ടീസ് കൊടുത്തല്ലോ. ആവശ്യത്തിന് സാവകാശം 2022 തൊട്ടിട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ അനധികൃത കെട്ടിടങ്ങൾ നിർമ്മിച്ചവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും കോടതി ഉത്തരവുണ്ടാകുമ്പോഴും ഈ കെട്ടിടങ്ങളുടെ നിർമ്മിതി തുടരുക എന്ന് പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? അതുകൊണ്ട് സാവകാശത്തിന്റെ ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. ആവശ്യത്തിൽ കൂടുതൽ സാവകാശം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. 2022 ഈ കെട്ടിട നിർമ്മാണം ആരംഭിച്ചപ്പോഴേ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും ഒരു ഉദാഹരണം പറയാതിരിക്കാൻ പറ്റുക. നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ പഞ്ചായത്ത് രാജ് സംവിധാനം വളരെ ശക്തമാണ്. അപ്പോൾ പഞ്ചായത്ത് അധികാരികൾക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇതിൽ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ലോക്കൽ മീഡിയയിൽ ഒരു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അംഗം ഒരു മീഡിയയ്ക്ക് അഭിമുഖം കൊടുത്തതായിട്ട് ഞാൻ കണ്ടു. അദ്ദേഹം പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു. അതൊന്ന് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഈ പൊളിക്കലൊന്നും അനുവദിക്കില്ല, ബുൾഡോസർ രാജ് അനുവദിക്കില്ല എന്നൊക്കെ അദ്ദേഹത്തിന് ഇവിടെ കെട്ടിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ പരിശോധിക്കും. തുറന്നു പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ലാതെ. അപ്പോൾ ഇത്തരം ഒരു പ്രാദേശികമായിട്ട് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ പരിശോധിക്കും. ഉറപ്പായിട്ട് ഉണ്ടാവണമല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ ഈ പൊളിക്കലിന്റെ ചെലവ്, അനധികൃത നിർമ്മാണം നടത്തിയവരിന്റെ ഈ പൊളിക്കലിന്റെ ചെലവൊക്കെ സർക്കാരിന്റെ ചെലവിൽ പറ്റുമോ? അതൊക്കെ ബന്ധപ്പെട്ട് ഈടാക്കാനുള്ള നടപടികളുണ്ടാവും. അതേസമയം ഏറ്റവും അങ്ങേയറ്റം പുനരധിവാസം ആവശ്യമുള്ള വേറെ ഒരു സ്ഥലത്തും ഭൂമിയോ വീടൊന്നും ഇല്ലാത്തവരുടെ പുനരധിവാസത്തിന്റെ കാര്യം മാത്രം നമ്മുടെ തദ്ദേശ ഭരണകൂടമായിട്ട് ആലോചിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ നമ്മുടെ നീർച്ചാലുകളും പുഴകളൊക്കെ സംരക്ഷിക്കാൻ ആവശ്യത്തിനുള്ള നിയമങ്ങളൊക്കെ ഇവിടെയുണ്ട്. നമ്മുടെ കേന്ദ്ര പരിസ്ഥിതിയുമുണ്ട്, 984 പരിസ്ഥിതി നിയമമുണ്ട്. കേരള നാഷണൽ ലെവലിൽ വെറ്റ്ലാൻഡ് കൺസർവേഷൻ മാനേജ്മെന്റ് കൗൺസിലുണ്ട്. നമ്മുടെ ഇതിങ്ങനെ നീർത്തടങ്ങൾ, നമ്മുടെ നീർച്ചാലുകളും തണ്ണീർത്തടങ്ങൾക്ക് സംരക്ഷിക്കാൻ ശക്തമായ നിയമം രാജ്യത്തുമുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുമുണ്ട്. ഈ നിയമങ്ങളൊക്കെ ലംഘിച്ചിട്ട് ഇങ്ങനെയുള്ള നിർമ്മിതികൾ കൊടുക്കുമ്പോഴുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണേണ്ടത് ഒരു ദുരന്ത സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ്. നിങ്ങൾക്ക് മീഡിയ എല്ലാം കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. കൂട്ടാറിൽ
പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അവിടെ കെട്ടിടങ്ങൾക്ക് നാശമുണ്ടായതും വാഹനങ്ങൾ പോലും ഒഴുകിപ്പോയതും, അതായത് റോഡ് സൈഡിൽ നിർത്തിയിട്ട് വാഹനങ്ങൾ പോലും ഒഴുകിപ്പോയി. ആ വാഹനങ്ങളിൽ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? എത്ര മരണങ്ങൾ സംഭവിക്കും? അപ്പോൾ ഒരു ദുരന്ത സാധ്യത മുന്നിൽ കാണുന്ന സാഹചര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഇത്തരം നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അത് ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടപടികൾ സ്വീകരിക്കുന്നത്. ഏറ്റെടുക്കുന്ന ഭൂമി അതിന്റെ ഒറിജിനൽ എക്സ്റ്റന്റ് എത്രയാണോ പുഴ അത് നിലനിർത്തിക്കൊണ്ടുള്ള അതിൻ്റെ മാനേജ്മെന്റ് നടപടികൾ സ്വീകരിക്കും. ഒരു ദിവസം കൊണ്ട് പരമാവധി തീർക്കാനുള്ള ശ്രമിക്കുക. തീർന്നിട്ടില്ലെങ്കിൽ നാളെ തുടരും. അത് എവിക്ഷൻ ഇന്ന് കംപ്ലീറ്റ് ആവും. പക്ഷേ ഈ കെട്ടിടങ്ങളുടെ ഡെബ്രി എല്ലാം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കൂടുതൽ സമയം ആവശ്യമുണ്ട്. സമയം എടുത്തിട്ട് അത് ചെയ്യുക. പുലർച്ചെ 6 മണിയോടെയാണ് കയ്യേറ്റം ഒഴിപ്പിക്കൽ ആരംഭിച്ചത്. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ശേഷമാണ് ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത്. ദേവികുളം സബ് കളക്ടർ VM ആര്യ, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ KP ദീപ, റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ കയ്യേറ്റം ഒഴിപ്പിക്കലിന് നേതൃത്വം നൽകി. ഉടുമ്പൻചോല താലൂക്ക് പൂപ്പാറ വില്ലേജിൽ പൂപ്പാറ ടൌണിൽ 56 വ്യക്തികളാണ് പന്നിയാർപ്പുഴ പുറമ്പോക്ക്, റോഡ് പുറമ്പോക്ക് എന്നിവ കയ്യേറി 88 കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. താൽക്കാലിക നിർമ്മിതിയായി ആരംഭിച്ച കെട്ടിടങ്ങൾ പിന്നീട് കോൺക്രീറ്റ് കെട്ടിടങ്ങളാക്കി രൂപമാറ്റം വരുത്തുകയായിരുന്നു. 2022 ഒക്ടോബർ 13 അനധികൃത നിർമ്മാണം നിർത്തിവെക്കാനാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. തുടർന്ന് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയും കെട്ടിടങ്ങൾ നീക്കം ചെയ്യാൻ റവന്യൂ അധികാരികളെ ചുമതലപ്പെടുത്തി 2023 ജനുവരി 17 ഹൈക്കോടതി ഉത്തരവിട്ടു. പിന്നീട് സുപ്രീം കോടതിയും ഹൈക്കോടതി ഉത്തരവ് ശരിവച്ചു. 2024 ഫെബ്രുവരി 7 അന്നത്തെ ഇടുക്കി സബ് കളക്ടർ അരുൺ S. നായരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ദൌത്യ സംഘം ഒഴിപ്പിക്കൽ നടപടികൾ സ്വീകരിക്കുകയും പൂർണ്ണമായും താമസത്തിന് മാത്രം ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾ ഒഴികെയുള്ളവ പൂട്ടി സീൽ ചെയ്യുകയും താമസക്കാർക്ക് ഒഴിഞ്ഞുപോകുവാൻ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. അനധികൃത നിർമ്മാണങ്ങൾ പന്നിയാർപ്പുഴയുടെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെന്നും മഴക്കാലത്ത് വലിയ അപകടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഉത്തരവിട്ടിരുന്നു. 2026 ഫെബ്രുവരിയിൽ 30 ദിവസത്തിനുള്ളിൽ അനധികൃത നിർമ്മിതികൾ സ്വയം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. ഈ കാലപരിധി അവസാനിച്ചതിനെ തുടർന്നാണ് റവന്യൂ വകുപ്പിന്റെ നടപടി. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.